എന്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോറ്റെന്ന് കണ്ടെത്താനും തിരുത്തൽ നടപടികൾക്കുമായി സിപിഎമ്മിന്റെ സംസ്ഥാനതല യോഗങ്ങൾ നടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി സിപിഎമ്മിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കെയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും 2 ദിവസം സംസ്ഥാന സമിതിയും ചേരുന്നത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേരത്തെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് തിരിച്ചടിയുടെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് നൽകിയ ക്രോഡീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുമ്പോഴാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനോട് യോജിക്കാത്ത ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ ചർച്ചയ്ക്ക് വരുന്നത്. ഈ ഘട്ടത്തിൽ ഫലവത്തായ ചർച്ചകൾ നടക്കുമോ? തെറ്റുതിരുത്തി തിരിച്ചുവരവിന് സിപിഎമ്മിനും ഇടതുപക്ഷത്തിനും സമയമുണ്ടോ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ ശ്രീ എം ജയചന്ദ്രൻ, ഇടത് സഹയാത്രികനും മാധ്യമപ്രവർത്തകനും, ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ, ശ്രീ എ സജീവൻ, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം ഞങ്ങളുടെ ചീഫ് കറസ്പോണ്ടന്റ് വി അരുണുമുണ്ട്. വി അരുൺ ആണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഈ വിഷയത്തിലെ ചർച്ചകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. അരുൺ, താങ്കൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നേതൃതലത്തിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ധാരണകളിൽ നിന്നുള്ള വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് വിശദമാക്കിയിരുന്നു. അത് ശബരിമല വിഷയത്തിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുന്ന മേൽഘടകങ്ങളിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നതായിരുന്നു വിലയിരുത്തലെങ്കിൽ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ അതല്ല സാഹചര്യം. അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നേതൃതലത്തിലും ജില്ലാ ഘടകങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ടിലും ഉള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു, ഏറ്റവും ഫലവത്തായ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിവരമുണ്ടോ? തീർച്ചയായിട്ടും സംസ്ഥാന സെക്രട്ടറി യോഗം വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്. കാരണം സാധാരണഗതിയിൽ പാർട്ടിയുടെ മേൽഘടകം സംസ്ഥാന കമ്മിറ്റി ഒരു തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കും. അത് കീഴ്ഘടകങ്ങളിലേക്ക് ബ്രാഞ്ച് വരെ പോവുക, അത് അവിടെ നിന്ന് വീണ്ടും ചർച്ച ചെയ്ത് ആ അഭിപ്രായങ്ങൾ കൂടി സ്വാംശീകരിച്ച് ക്രോഡീകരിച്ച് പിന്നീട് സംസ്ഥാന കമ്മിറ്റി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് CPM-ന്റെ രീതി. പക്ഷേ ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് വിശദമായ ചർച്ചയിലേക്ക് കടന്നിരുന്നില്ല. പകരം അവിടെ ഒരു പ്രാഥമിക ചർച്ച നടത്തുകയും കീഴ്ഘടകങ്ങളിലേക്ക് ചർച്ച പോട്ടെ, അവിടെ നിന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്താമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 22 ചോദ്യങ്ങളടങ്ങിയ ക്വസ്റ്റനെയർ ബ്രാഞ്ചുകളിലേക്ക് നൽകിയിരുന്നു CPM. അതായത് എന്തുകൊണ്ട് തോറ്റു എന്നതിൻ്റെ കാരണങ്ങൾ, വലിയ രീതിയിൽ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുണ്ട്, ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ജനം കൈവിട്ടു എന്ന ഞെട്ടിക്കുന്ന ഒരു തിരിച്ചറിവിൽ അതിൻ്റെ കാരണങ്ങൾ തേടിയാണ് CPM യഥാർത്ഥത്തിൽ ഈ ഒരു ചർച്ചകൾ നടത്തുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രാഥമിക ചർച്ചയ്ക്ക് ശേഷം MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, ശബരിമല തിരിച്ചടിയായിട്ടില്ല. ശബരിമല തിരിച്ചടിയായിട്ടില്ലെന്ന് പറയാൻ ഒരു കാരണം കൂടി അദ്ദേഹം പറഞ്ഞത്, ശബരിമല തിരിച്ചടിയായിട്ടുണ്ടെങ്കിൽ BJP-യുടെ വോട്ട് വിഹിതം ഇങ്ങനെയാണോ കൂടേണ്ടത്, BJP-യുടെ സീറ്റുകൾ ഇങ്ങനെയാണോ വരേണ്ടത്, ഇതിൽ എത്രയോ ഇരട്ടി വരേണ്ടതാണ്. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര നഗരിയാണ്, അവിടെ BJP-ക്ക് മേൽക്കൈ ഉണ്ടായിട്ടില്ല. പന്തളത്ത് CPM അവിടെ ശക്തമായി തിരിച്ചു വന്നു, BJP അവിടെ സീറ്റുകൾ കുറഞ്ഞു. അങ്ങനെ പല ന്യായങ്ങളും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ അഭിപ്രായമാണ് ജില്ലാ കമ്മിറ്റികൾ ഉയർന്നു വന്നത്. അതാണ് ഏറ്റവും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ അങ്ങനെ ഇങ്ങനൊരു ഭരണവിരുദ്ധ വികാരമോ ശബരിമല തിരിച്ചടിയല്ലോ എന്നൊക്കെ പറയുമ്പോഴും ജില്ലാ കമ്മിറ്റികളിൽ, ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ കുറച്ചുകൂടി പ്രായോഗികമായ ചർച്ചകളാണ് നടന്നത്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ചർച്ചകളാണ് നടന്നത്. പലപ്പോഴും ഈ സംസ്ഥാന സെക്രട്ടറി നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പല അഭിപ്രായങ്ങളും സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റികളിലുമൊക്കെ ഉയർന്നു വന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നു. അവർ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഈ രീതിയിൽ ആഞ്ഞടിക്കാത്തതിന് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ തന്നെ, ക്ഷേമ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. ശബരിമല തിരിച്ചടിച്ചിട്ടുണ്ട് എന്നവർ ഉറപ്പിച്ച് പറയുന്നു. അതിൻ്റെ ഒരു ആഘാതം തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് CPM-ന് പറ്റിപ്പോയ തെറ്റെന്ന് ഈ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വച്ച റിപ്പോർട്ടിൽ പോലും ആ രീതിയിലാണ് പരാമർശം. മറ്റു ജില്ലകളിൽ സമാനമായ അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ച ഒരു ചർച്ചയാകും സംസ്ഥാന സമിതിയിൽ നാളെ ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാന സമിതി നടക്കാൻ പോകുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാട് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി ഈ വളരെ കൃത്യമായി തന്നെ ശബരിമല തിരിച്ചടിയായിരിക്കാം, ശബരിമലയും പരാജയ കാരണങ്ങളിൽ ഒന്നാണ് എന്ന് മുഖ്യമന്ത്രി തുറന്ന് സമ്മതിക്കും. അതും ഒരു അപൂർവതയാണ് CPM-ന്റെ സമീപകാല ചരിത്രത്തിൽ. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഇപ്പോഴത്തെ ഒരു നിലപാടിലും പിടിവാശിയിലൊന്നും CPM-ന്റെ സംസ്ഥാന നേതൃത്വം നിൽക്കാനിടയില്ല. ഈ ചർച്ച പൂർത്തിയായി അത് മറുപടിയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും
CPM ഈ ശബരിമല ഉൾപ്പെടെ തിരിച്ചടിച്ചു എന്നൊരു വിലയിരുത്തലിലേക്ക് പോകാൻ തന്നെയാണ് എല്ലാ സാധ്യതയും നേടുക. തീർച്ചയായും അതിൻ്റെ ഒരു സൂചന നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരുന്നു. അത് ആദ്യ നിലപാടിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരുന്നു എന്നത് കാണാം. ചില സ്ഥലങ്ങളിൽ ശബരിമല പ്രതിഫലിച്ചു എന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മനസ്സിലായത്. ഞാൻ അരുണിലേക്ക് വരാം. അരുൺ തുടരണം. M. ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ M. ജയചന്ദ്രൻ, ഈ ഫലം പുറത്തു വന്ന ആദ്യ മണിക്കൂറിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എല്ലാ ഘടകങ്ങളും പരിശോധിക്കും, തോൽവിയിൽ നിന്ന് പഠിക്കും, അത് അനുസരിച്ച് മുന്നോട്ട് പോകും എന്നതാണ്. അത് കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു സമീപനവും പ്രതികരണവുമാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് അന്ന് വന്നത്. 2010 ഫലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ തിരിച്ചുവരവിനുള്ള സമയം ആവശ്യത്തിന് ഞങ്ങൾക്കുണ്ട്, അത് ചെയ്യും എന്ന സൂചനകളായിരുന്നു അദ്ദേഹം നൽകിയത്. എന്നാൽ പിന്നീട് നടന്ന ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രതിഫലിച്ചു എന്ന് കരുതുന്ന ഭരണവിരുദ്ധ വികാരമാകട്ടെ ശബരിമലയാകട്ടെ ഇതൊന്നും ഞങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ളൊരു നിലപാടിലേക്ക് ഈ CPM ഘടകങ്ങൾ എത്തുന്നത് കൂടി നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ജില്ലാ ഘടകങ്ങളിൽ മറിച്ചുള്ളതാണ് വന്നിട്ടുള്ള റിപ്പോർട്ട് എന്നതും നമുക്ക് മുന്നിലുണ്ട്. ഈ ഘട്ടത്തിൽ നടക്കുന്ന ചർച്ചയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നത് നേതൃത്വം തിരിച്ചറിയുമോ? അതിൽ ഊന്നിക്കൊണ്ടുള്ള അത് തിരുത്താനുള്ള നടപടികൾ ഉണ്ടാകുമോ? ഇതില് പ്രധാനമായിട്ടും ഞാൻ ഈ ചർച്ചയിൽ മാത്രമല്ല, ഏതാണ്ടൊരു 10 വർഷക്കാലമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ ഇടവന്നിട്ടുള്ള വിവിധ ചർച്ചകളിലെല്ലാം ഞാൻ പതിവായി പറഞ്ഞു വരുന്ന ഒരു കാര്യം, 21ാം നൂറ്റാണ്ടിൽ ആന്റി ഇൻകംബൻസി എന്ന് പറഞ്ഞ ഒരു സംഗതി, ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. പിന്നെ ഈ ഇൻകംബൻസി ആന്റി ഇൻകംബൻസി ആണ് വാസ്തവത്തിൽ സഫോളജിസ്റ്റുകൾ ഒരുപാട് നിരീക്ഷണങ്ങൾ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഈ സഫോളജിസ്റ്റുകളെല്ലാം അക്കാര്യത്തിൽ പൊതുവിൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളിൽ പലതും ഇപ്പോഴും ആന്റി ഇൻകംബൻസിയിൽ നിൽക്കുകയാണ്. 1955 ഒന്നാം പൊതുതെരഞ്ഞെടുപ്പ് മുതൽ പിന്നെ ഇവിടെ ഈ അടിയന്തരാവസ്ഥ കഴിയുന്ന 1977 വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ പ്രോ ഇൻകംബൻസി ആയിരുന്നു. ഭരണാനുകൂല വികാരം തുടർച്ചയായി കോൺഗ്രസിന് കിട്ടിക്കൊണ്ടു പോകുന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ആന്റി ഇൻകംബൻസി വരുന്നത്. കടുത്ത ആന്റി ഇൻകംബൻസി വരുന്നു, ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു, ഇന്ദിരാഗാന്ധിയുടെ പതനം ഉണ്ടാകുന്നു, പിന്നീട് പല ഗവൺമെന്റുകൾ വരുന്നു. സഫോളജിസ്റ്റുകളുടെ വിശകലന പ്രകാരം ഏതാണ്ട് പുതിയ നൂറ്റാണ്ട് 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ 2001-2002 കൂടി ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു പ്രതിഭാസം അവസാനിക്കുകയും പഴയ ആംഗ്രി യങ് വോട്ടേഴ്സ് എന്നുള്ള പ്രകാരം ആംഗ്രിയുമല്ല യങ്ങുമല്ല മെച്യൂർഡ് വോട്ടേഴ്സ് എന്ന നിലയിലേക്ക് പക്വത ആർജിക്കുകയും പിന്നെ ഗുഡ് ഗവേണൻസ് ബാഡ് ഗവേണൻസ് ഈ നിലയിലേക്ക് ഭരണത്തെ വിലയിരുത്താൻ അവർ തുടങ്ങുകയും ചെയ്യുന്ന വളരെ പിന്നെ സ്വാഗതാർഹമായ കാലഘട്ടമാണ് പുതിയ നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗുഡ് ഗവേണൻസ് സദ്ഭരണത്തിനുള്ള ഗുഡ് ഗവേണൻസ് നടത്തുന്ന ഗവൺമെന്റുകൾക്ക് ഭരണ തുടർച്ച നൽകുകയും ബാഡ് ഗവേണൻസ് ആണ് ചെയ്യുന്നെങ്കിൽ അവരെ പിന്നെ പ്രതിപക്ഷത്തിരുത്തുകയും ചെയ്യുക എന്നുള്ള നടപടി പിന്നെ ഉടനീളം കേന്ദ്ര ഗവൺമെന്റിലാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളാണെങ്കിലും നടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പൊ കേരളത്തിൽ തന്നെ ഞാൻ പരത്തി പറയുകയല്ല, ഏറ്റവും ചുരുക്കി പറയുകയാണ്, കേരളത്തിൽ തന്നെ പിണറായി വിജയൻ ഗവൺമെന്റിന് ഭരണ തുടർച്ച കിട്ടി. എന്തുകൊണ്ടാണ്? അത് പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ആ ഒരു പിന്നെ സംഖ്യ വെച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങളാണ് കൊണ്ടുവന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനായിട്ട് നമ്മളൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. മറ്റേ സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഉൾപ്പെടെ അതൊന്നും ആലോചിച്ചാൽ മതി. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ച് അവരുടെ ഗുഡ് ഗവേണൻസാണ് ജനങ്ങളിൽ ഉണ്ടായിരുന്നത്. ആ ഗുഡ് ഗവേണൻസിനാണ് അവർ തുടർച്ച കൊടുത്തത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ മറ്റൊന്നാണ്. അത് നമുക്കറിയാം. ഇവിടെ ചർച്ചാ വിഷയം ഇപ്പൊ ആകേണ്ട കാര്യമില്ലാത്ത അതിലേക്ക് പോകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും വ്യത്യസ്തമാണല്ലോ. അപ്പൊ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട് വന്നു. LDF പ്രതീക്ഷിച്ച റിസൾട്ട് അല്ല ഇത് എന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ CPM ജനറൽ സെക്രട്ടറി MLA ഉൾപ്പെടെ എല്ലാവരും അത് തുറന്നു സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഭരണവിരുദ്ധ നേതാക്കളടക്കം എല്ലാവരും തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു റിസൾട്ട് അല്ല താൻ പ്രതീക്ഷിച്ചത്. അപ്പൊ തന്നെ ശ്രദ്ധിക്കേണ്ട വസ്തുതയായിട്ട് എനിക്ക് തോന്നിയത് CPM സ്റ്റേറ്റ് സെക്രട്ടറി പൂർണ്ണമായിട്ട് പറഞ്ഞ സ്റ്റേറ്റ് സെക്രട്ടറി
ഓഡിയോയിൽ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പൂർണ്ണമായും വ്യക്തമാകുന്നില്ല താങ്കൾ പറയുന്നത്. അത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ. അല്ല, പിന്നെ ഇപ്പൊ കേൾക്കാൻ കഴിയുന്നില്ലേ? ഇപ്പോൾ വ്യക്തമാണ്, ഇപ്പോൾ വ്യക്തമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഗുഡ് ഗവേണൻസും ബാഡ് ഗവേണൻസുമാണ് ബാധിക്കപ്പെടുന്ന. അത് മനസ്സിലായി, അത് കേട്ടു. 2021 വലിയ വിമർശനങ്ങൾ, അതിക്രൂരമായ വിമർശനങ്ങൾ പിണറായി വിജയൻ ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, BJPയുടെ ഭാഗത്തു നിന്നും, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും. പക്ഷെ തിരിച്ചു വന്നു. അപ്പൊ ജനങ്ങൾ പരിഗണിച്ചത് ഗുഡ് ഗവേണൻസ് ആണ് എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നപ്പോ തങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് അല്ലാന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഗോവിന്ദ മാഷ് പിന്നെ സെക്രട്ടേറിയറ്റ് വിലയിരുത്തലിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഇതിന്റെ പിന്നെ ഈ രാഷ്ട്രീയമായ കാരണങ്ങളും സംഘടനാപരമായ കാരണങ്ങളും പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അതാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി CPM-ന്റെ നേതൃയോഗത്തിൽ നടക്കുന്നത്. CPI സെക്രട്ടറി അത് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ നേതൃഘടകങ്ങൾ പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമായ തിരുത്തലുകൾ, സംഘടനാപരമായ പരിശോധനകളും അതിനാവശ്യമായ തിരുത്തലുകൾ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടത് മറ്റൊന്നാണ്. അതുകൂടെ പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ നിർത്താം. അതായത് കേരളത്തിലെ ഈ വോട്ടിംഗ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിംഗിൽ 2 പാറ്റേൺ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് അർബൻ വോട്ടിംഗ്, മറ്റൊന്ന് റൂറൽ വോട്ടിംഗ്. അപ്പൊ അർബൻ വോട്ടിംഗിൽ അത് പൊളിറ്റിക്കലായി തന്നെയാണ് അർബൻ വോട്ടിംഗ് വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ കാരണങ്ങളുണ്ട്. അതേസമയം റൂറൽ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ അവിടെ CPM-ന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ, അത് പിന്നെ തിരുവനന്തപുരം പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥികളെ എവിടെയൊക്കെ അവതരിപ്പിച്ചോ അവരെ എല്ലാം പിന്നെ പഞ്ചായത്ത് തലത്തിൽ റൂറൽ വോട്ടേഴ്സ് തോൽപ്പിച്ചിട്ടുണ്ട്. അത് സംഘടനാപരമായ പ്രശ്നമാണ്. നേതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയ സ്ഥലങ്ങളിലെല്ലാം തോൽപ്പിക്കപ്പെട്ടു. അത് യാഥാർത്ഥ്യവുമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. അതേസമയം അർബൻ വോട്ടിങ്ങിൽ മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള പാറ്റേൺസ് ഉണ്ട്. അതിൽ ശബരിമല ബാധകമായിരിക്കാം, പിന്നെ PM ശ്രീ ബാധകമായിരിക്കാം. അത്തരത്തിൽ നഗര വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ പിന്നെ അഭിപ്രായ ഭിന്നതകൾ, അസ്വാരസ്യങ്ങൾ, അതൊക്കെയാണ് പൊളിറ്റിക്കൽ വോട്ടിങ്ങിൽ വരിക. അതൊക്കെ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വളരെ നിഷ്കൃഷ്ടമായി വിലയിരുത്തുകയും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ CPM-ന്റെ സംഘടനാ രീതി അറിയുന്ന ആർക്കും അത് ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നത് സംഘടനാപരമായ പിഴവുകളാണ്. സംഘടനാപരമായ പിഴവുകൾ ചെറിയ പിഴവുകളല്ല. എല്ലാ ജില്ലകളിലെയും സംഘടനാ കമ്മിറ്റികൾ, റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ കമ്മിറ്റികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള പിഴവുകളുടെ ആ പിഴവുകൾക്ക് ജനങ്ങൾ ശിക്ഷ നൽകിയിട്ടുണ്ട്. അത് ഉത്തരവാദിത്തോടെ ബോധ്യപ്പെടുകയും പഴുതി തിരുത്താൻ തയ്യാറാവുകയും ചെയ്താൽ ഇടതുപക്ഷത്തിന് ഒരു പ്രയാസവും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ശരി, തെറ്റുതിരുത്തൽ പ്രക്രിയയാണ് നടക്കുന്നത്. അത് പൂർത്തിയാക്കി കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഫലവത്താകും എന്നതാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോഴത്തെ പിണറായി സർക്കാർ വരെയുള്ള ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും അതത് സർക്കാരുകൾ വന്ന രാഷ്ട്രീയമായി ജയിച്ചു വന്ന സാഹചര്യങ്ങൾ നോക്കിയാൽ ഇടതുവിരുദ്ധ ശക്തികളുടെ ഭിന്നിക്കലാണ് പിന്നെ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. അതായത് ഇടതുവിരുദ്ധ വോട്ടുകളുടെ ഭിന്നിക്കൽ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ സഹായകമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. ഇവിടെ ഇപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ളത് ഇടതുവിരുദ്ധ ശക്തികളുടെ ഏകോപനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഏകോപനം ഉണ്ടായപ്പോ ഇടതുപക്ഷത്തിന് സ്വാഭാവികമായും കോട്ടമുണ്ടായി. പക്ഷെ അത് വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ള അഭിപ്രായക്കാരനൊന്നും അല്ല ഞാൻ. തിരിച്ചു വരാൻ കഴിയുന്നതാണ്. പിന്നെ അത് എങ്ങനെ തിരിച്ചു വരണം നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്കത് നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ അഭിപ്രായപ്പെടാനുള്ള അവകാശം സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിൽ തീരുമാനം ആ പാർട്ടിയുടെ ആ പാർട്ടി എടുക്കട്ടെ. ആ എടുക്കാൻ കഴിവുള്ള പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഇടതുപക്ഷം അത് ചെയ്യും എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, ഇടതുവിരുദ്ധ ശക്തികൾ ഒരുമിച്ചു, അങ്ങനെ ഉണ്ടായ ഒരു തിരിച്ചടി മറ്റ് തോൽവിയിലേക്ക് നയിച്ച ഘടകങ്ങൾ കണ്ടെത്തി പരിശോധിച്ച് മുന്നോട്ട് പോകും. ആ രീതിയിൽ ഫലവത്താകും ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ A. സജീവൻ, നോക്കൂ, ഇവിടെ UDF ഏതാണ്ട് ഒരാഴ്ചയാകുന്നു, അല്ലെങ്കിൽ ഒരാഴ്ചയോളം ആകുന്നു UDF യോഗം ചേർന്ന്
ഈ എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കം നടത്തണം എന്ന കാര്യങ്ങൾ അവർ ആലോചിച്ചു. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെയാക്കണമെന്നും അങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നോട്ട് പോകണം എന്നതുമാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ വിജയം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആ ഘട്ടത്തിലാണ് CPM ഇപ്പോൾ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങി അത് ക്രോഡീകരിച്ചുകൊണ്ട് നേതൃതലത്തിൽ ഒരു ചർച്ച നടത്തുന്നത്. അതിൽ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില ഭിന്നതകൾ ഉടലെടുത്തിട്ടുണ്ട്. CPM-നുള്ളിൽ തന്നെയുള്ള ഭിന്നതകളാണ്. അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും ഈ ഭരണവിരുദ്ധ വികാരം എന്ന കാര്യത്തിലുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വിശദമായി പഠിച്ച് ഇനി താഴെത്തട്ടിലേക്ക് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അത് തിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുക എന്നത് മതിയായ തരത്തിൽ നടക്കുന്ന ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയാണ്. ആ രീതിയിലുള്ള ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്ക് ആവശ്യമായ സമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പാർട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഏറ്റവും ഫലവത്തായ രീതിയിൽ നടക്കുന്ന ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയാണ് ഇത് എന്ന് താങ്കൾ അഭിപ്രായപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഈ തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് ഇനി സമയമില്ലാത്ത ഘട്ടത്തിൽ നമ്മൾ 11-ാം മണിക്കൂറിൽ തെറ്റുതിരുത്താൻ നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതേപോലെ ഒന്നായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ ഒരു രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. ആ സമയത്ത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കാര്യങ്ങൾ പഠിച്ച് വിശദമായ ചർച്ച നടത്തിയിട്ട് പോകുമ്പോൾ ഈ ആമയും മുയലും തമ്മിലുള്ള ഓട്ടത്തിന്റെ അന്തരം ഉണ്ടാകും. ആമ എഴഞ്ഞഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല. മുയലിന് ഓടാൻ അറിയുന്ന ഉറങ്ങാത്ത മുയലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഓടി ജയിക്കും. ഇപ്പോൾ UDF-ന്റെ അവസ്ഥ എന്ന് പറയുന്ന അവരുടെ ആവേശത്തിലാണ്. അവർക്ക് ഈ കഴിഞ്ഞ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഒക്കെ കിട്ടിയിട്ടുള്ള വിജയം, അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം, ഈ വിജയത്തിന്റെ ആവേശത്തിൽ അവർ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അവർ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം ആവണമെന്ന്. അങ്ങനെ മുന്നൊരുക്കങ്ങൾ ഇന്ന രീതിയിലാവണമെന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥി നിർണയം ആദ്യം നടത്തുന്നു. അതിനുവേണ്ടി മുന്നണികൾ തമ്മിലുള്ള ഈ സീറ്റ് വിഭജന ചർച്ച നേരത്തെ നടത്തുന്നു. പ്രശ്നങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പോകുമ്പോൾ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം വിശകലനം ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട. ഇത് ഇനിയിപ്പോ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അത് കഴിഞ്ഞ് 2 ദിവസത്തെ സംസ്ഥാന സമിതിയൊക്കെ ഉണ്ട്. പക്ഷെ അതിനു മുമ്പേ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരിപ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഇതുവരെ ഭരിച്ച കാര്യങ്ങൾ, ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചകൾ, ഈ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചകൾ, ഈ വീഴ്ചകളാണ് ഭരണവിരുദ്ധ വികാരമായിട്ട് മാറുക. നേരത്തെ ജയേന്ദ്രൻ പറഞ്ഞ പോലെ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിഭീകരമായ രൂപത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കൊക്കെ എതിരെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അവർ തന്ത്രപരമായ രീതിയിൽ ചില വോട്ട് കിട്ടാവുന്ന നീക്കങ്ങൾ നടത്തിയിരുന്നു. ആ നീക്കങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ആ വിജയമുണ്ടായത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇവിടെ ശരിയാണ്, ഈ കിറ്റ് കൊടുക്കൽ പോലെ തന്നെ ഇവിടെ ഇപ്പം ഈ പെൻഷൻ കൊടുക്കൽ നല്ല വോട്ട് സാധ്യതയുള്ള ഒന്നായിരുന്നു. അതേപോലെ തന്നെ തൊഴിലില്ലാത്ത എന്താണ് സ്ത്രീകൾക്ക് അവർക്ക് പിന്നെ പെൻഷൻ കൊടുക്കുന്ന പരിപാടികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നുവെങ്കിൽ വോട്ട് കിട്ടുമായിരുന്നു. പക്ഷെ സംഭവിച്ച എന്താണ്? ഏറ്റവും ഭീകരമായ രൂപത്തിലുള്ള സംഗതിയാണ് ഇവിടെ ശബരിമലയിൽ ഉണ്ടായത്. ആ ശബരിമലയില് 2 പേര്, പാർട്ടിയുടെ ഒരു മുൻ MLA, ഈ 2 പേരെയും കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായ ആളുകള് ഇവർ ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് എത്ര ദിവസമായി? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ അവർ അഴിക്കുള്ളിലാണ്. ഈ ഘട്ടത്തിലൊക്കെ ഒരു നടപടിയും എടുത്തില്ല. അതേ സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യണം, ഭയങ്കരമായ കോലാഹലം ഉണ്ടാക്കി. അവിടെയൊക്കെയാണ് UDF ചെയ്തത്. UDF-ന് അറിയാം അതൊരു വലിയ തകർച്ചയായിട്ട് മാറും. നമ്മളൊക്കെ സംസാരിച്ച UDF-ന് ഇതൊരു വലിയ തിരിച്ചടിയാവും. പക്ഷെ അവര് ആദ്യം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു. രണ്ടാമതായിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. ഇത് കഴിഞ്ഞ് ആദ്യത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഘട്ടത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് വീണ്ടും അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്ന ഒരവസ്ഥയുണ്ടായി. എല്ലാം കിട്ടിയിട്ടും പക്ഷെ
അവിടെ അത്രയും എടുത്തത്. അപ്പോൾ ആണ് അവര് ചോദിക്കുന്ന ചോദ്യം, സാധാരണ വോട്ടർമാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തു, ഇത് എന്ത് ഉത്തരമാണ്? അന്നും പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞെന്താണ്? ഇപ്പം പറയുന്നത് ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് സോണിയാഗാന്ധിക്ക് പോറ്റി കൊടുത്തിട്ടുള്ളത് ബൊക്കയാണോ, ബ്രേസ്ലെറ്റ് ആണോ, നെക്ലേസ് ആണോ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പറയും. ഇതൊന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് പോവില്ല. കണ്ണിൽ പൊടി ഇട്ടാൻ ശ്രമിച്ചാൽ സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്കല്ല, പാർട്ടി പ്രവർത്തകരുണ്ടല്ലോ അവർക്കും ഇത് ബോധ്യപ്പെടില്ല. തീർച്ചയായിട്ടും അതാണ് ഉണ്ടായത്. ഇവിടെ ജയേന്ദ്രൻ പറഞ്ഞ പോലെ ഈ കേരളത്തിൽ നമ്മളങ്ങനെ ഈ അർബൻ വോട്ടേഴ്സും റൂറൽ വോട്ടേഴ്സും ആണ് തിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു അർബൻ ഏരിയ റൂറൽ ഏരിയ എന്നില്ല. ഇവിടെ എല്ലാ ആളുകളുടെയും മനസ്സിൽ തങ്ങിയിട്ടുള്ളത് പാർട്ടി പ്രവർത്തകർ, എനിക്ക് നേരിട്ട് അറിയാവുന്ന പാർട്ടി പ്രവർത്തകർ പോലും വളരെ രൂക്ഷമായ രൂപത്തിൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, നാണക്കേടല്ലേ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഇപ്പോഴും പറയുന്നത് ശബരിമലയ്ക്ക് ഒരു പ്രശ്നമില്ല, ശബരിമല ഞങ്ങളെ ബാധിച്ചിട്ടില്ല. അവിടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം, വാർത്താസമ്മേളനത്തിൽ നടത്തിയ പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശബരിമലയും കാരണമായിട്ടുണ്ടാകാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകും എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ ആണല്ലോ ബാധിക്കേണ്ടത്. അതിൽ പന്തളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രദേശമാണല്ലോ. ശബരിമലയുമായും ബന്ധപ്പെട്ട ഒരു സ്ഥലപ്പേരാണല്ലോ പന്തളം. ആ പന്തളത്തെ നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരത്തെ BJPയുടെ കയ്യിലായിരുന്നു. ഇത്തവണ BJPക്ക് നഷ്ടപ്പെട്ടു. ഈ ശബരിമലയുടെ പ്രത്യേക എന്തെങ്കിലും LDFനെതിരായ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പന്തളത്ത് BJPയുടെ നില ഗണ്യമായി കുതിച്ചുയരേണ്ടതായിരുന്നില്ലേ? അതുണ്ടായില്ലല്ലോ. ശരി, അത് LDFന് തന്നെയാണല്ലോ ശബരിമലയും കാരണമായേക്കാം എന്ന് പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്ന ഭാഗം കൂടിയാണ് നമ്മൾ കണ്ടത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ശബരിമലയിൽ ഒരു പുനർവിചിന്തനം ഒരുപക്ഷെ ഉണ്ടാകും എന്നതിന്റെ സൂചനകളാണ്, ചർച്ചകളിൽ എങ്കിലും ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ എന്ന് കരുതാവുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം ഉണ്ടായത്. പക്ഷേ MP ഗോവിന്ദനോട് ചോദ്യങ്ങൾ വരുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാതെ യാതൊരു തരത്തിലുമുള്ള നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന സൂചനകൾ അല്ലെങ്കിൽ അക്കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്ന സൂചനകൾ CPM സംസ്ഥാന സെക്രട്ടറി നൽകിയെങ്കിലും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെക്രട്ടേറിയറ്റിന് ശേഷമാണ് അങ്ങനെ ഒന്നേ ഇല്ല എന്ന തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങളെ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള പഠനമാണ് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അവലോകനം എന്നത് താങ്കൾ കരുതുന്നുണ്ടോ? നമുക്ക് 2010 അനുഭവവും 2011 അനുഭവവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത് മറികടക്കാൻ പറ്റുന്നതാണ് എന്നത് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. ആ സാഹചര്യമാണോ കേരളത്തിൽ ഈ 2025 അവസാനം ഉള്ളത്? രേണു, ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ആദ്യം സ്വയം ബോധ്യപ്പെട്ടാലല്ലേ തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തോൽവി സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്വയം ഏറ്റുപറഞ്ഞാലല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊന്ന് അംഗീകരിച്ചാലല്ലേ ആ തോൽവിയുടെ കാരണങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റൂ. ഇത് രണ്ടും അംഗീകരിക്കുന്നില്ല, തെറ്റ് സംഭവിച്ചിട്ടില്ല, തോൽവി സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ തിരുത്തലും അതുപോലെ തന്നെ വിശകലനവും ഒക്കെ നടക്കുക? അടിസ്ഥാനപരമായിട്ട് ഞാൻ ഓർക്കുന്നത് VD സതീശൻ പറഞ്ഞൊരു കാര്യമാണ്. ഈ CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ തോൽപ്പിക്കാനല്ല പ്രയാസം, അവരെ കൊണ്ട് തോൽവി അംഗീകരിപ്പിക്കുക എന്നതാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ പോലെ ഒന്നും അല്ല കാര്യം. ഈ ചോദ്യം MP ഗോവിന്ദനോട് വന്നപ്പോൾ ഒരു ചിരിയായിരുന്നു മറുപടി, തോൽവിയെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോഴും ചിരിയായിരുന്നു മറുപടി. അതായത് അവരത് അംഗീകരിക്കാൻ തയ്യാറല്ല. തോൽവി അംഗീകരിക്കാതെ എങ്ങനെയാണ് ഈ തിരുത്തലും അതുപോലെ തന്നെ വിശകലനവും ഒക്കെ നടക്കുക? തോൽവി സംബന്ധിച്ച യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ തോൽവിയാണ്. ഇപ്പൊ 2010 വെച്ചിട്ട് ഈ 2025 തോൽവിയെ തുലനം ചെയ്യാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും പറയാതെ പോകുന്നൊരു കണക്കുണ്ട്. ഈ 2010-നും അതിനു മുമ്പും ഒക്കെ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂല വോട്ടുകളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളും അങ്ങനെ രണ്ടായിട്ട് കേരളം ഇത് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഏതാണ്ട് എല്ലാം ഒരേ പെട്ടിയിൽ വീഴുന്നു, അല്ലെങ്കിൽ UDF-ന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ.
പക്ഷെ അന്നൊക്കെ ഒരു 5%, 6% വരെയൊക്കെ BJP വോട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴാവട്ടെ അത് 14% മുതൽ 22% വരെ, തിരുവനന്തപുരത്തൊക്കെ 22%, 24% വരെ ആ വോട്ടുകൾ BJPയിലേക്ക് വീണ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ, അല്ലെങ്കിൽ CPM ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു BJPയുടെ ഒരു വലിയ വിഹിതം അല്ലെങ്കിൽ ഒരു ചോർത്തൽ ഇല്ലെങ്കിൽ CPM ഉണ്ടാകുന്ന പരാജയം എത്രമേൽ വലുതാവും. അതായത് ആ വിരുദ്ധ വോട്ടുകൾ ചെതറിപ്പോവുകയാണ്. അത് ഒരിടത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ രണ്ട് ഇതിലേക്ക് പോവുകയാണ്. അതായത് BJP വലിയൊരു ശതമാനം പിടിക്കുന്നു, ബാക്കിയുള്ളത് UDF പിടിക്കുന്നു. എന്നിട്ടും UDFന് ഇത്രയും വലിയ വിജയം കിട്ടുന്നു, CPMന് ഇത്ര വലിയ പരാജയം ഉണ്ടാവുന്നു. നമ്മൾ ഈ പറയുന്നത്ര സിമ്പിൾ ആണോ? അതായത് 325 ഗ്രാമപഞ്ചായത്തുകളുള്ളത് 520ലേക്ക് 510ലേക്കൊക്കെ എത്തുമ്പോൾ, ഇന്നത്തെ ഒപ്പത്തിനൊപ്പം നിന്ന് അടക്കം അവിടെയുള്ള ഇതൊക്കെ അടക്കുമ്പോൾ ഏതാണ്ട് 510ലേക്ക് എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 575 ഉണ്ടായിരുന്നിടത്തുനിന്നാണ് ഈ പോകുന്നതെന്ന് ആലോചിക്കണം. ഏതിലേക്ക് 300 ഇതിലേക്ക് പോകുന്നത്. ജില്ലാ പഞ്ചായത്തുകൾ 7 3 രണ്ടിടത്ത് മാത്രമേ യഥാർത്ഥ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ, ഒരിടത്ത് ടോസ് ആയിരുന്നു. അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിയാലും, ജില്ലാ പഞ്ചായത്ത് നോക്കിയാലും, നഗരസഭകളിലെ തോൽവി കുറെക്കൂടെ ഭീകരമാണ്. അപ്പൊ ഇതെല്ലാം എടുത്തു നോക്കിയിട്ട് ഇപ്പൊ ജയചന്ദ്രൻ ഒടുവിൽ കണ്ടെത്തുന്നത് പോലെ 2 തരം വോട്ടിംഗ് ആണ് കേരളത്തിൽ നടന്നത്. ഒന്ന് അർബൻ വോട്ടിംഗ്, മറ്റൊന്ന് റൂറൽ വോട്ടിംഗ്. ജയചന്ദ്രനോട് ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ പത്തനംതിട്ടയെ നിങ്ങളൊരു അർബൻ ജില്ലയെ മൊത്തത്തിൽ നിങ്ങളൊരു അർബൻ മേഖലയായിട്ടാണോ കാണുന്നത്? അല്ലെങ്കിൽ ഇടുക്കി, കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് എടുത്താൽ ഇടുക്കിയെ ഏത് രീതിയിലാണ് കാണുന്നത്? അർബൻ വോട്ടിംഗ് ആണോ? അവിടെ എത്ര സ്ഥലങ്ങളുണ്ട് ഈ അർബൻ സ്വഭാവമുള്ളത്? ഇടതുപക്ഷത്തിന് അത്രമേൽ വലിയ ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ, കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ അവിടെയൊക്കെ വാഷ് ഔട്ടായി പോയതിന്, ജില്ലാ പഞ്ചായത്ത് അടക്കം നഗരസഭകളെല്ലാം അടക്കം പോയതിന്, ഇത്രയധികം ഗ്രാമപഞ്ചായത്തുകൾ കൈവിട്ട് പോയത് അർബൻ വോട്ടേഴ്സിന്റെ ആ വോട്ടിംഗ് പാറ്റേൺ കൊണ്ടാണ്. പത്തനംതിട്ടയിൽ ഇത്രമേൽ നഷ്ടപ്പെട്ടത് അർബൻ വോട്ടേഴ്സിന്റെ പാറ്റേൺ കൊണ്ടാണ്. വയനാട്ടിലും അങ്ങനെ കേരളത്തിലെ പല ജില്ലകളും എടുത്താൽ, മലപ്പുറത്ത് അക്ഷരാർത്ഥത്തിൽ വാഷ് ഔട്ടായി പോയതും അർബൻ റൂറൽ വോട്ടിങ്ങിൽ വന്ന ഡിഫറൻസ് കൊണ്ടാണ്. ഇത് വളരെ കൃത്യമായിട്ട് പറയണം. ഈ കേരളത്തെ, സജീവന്റെ കാഴ്ചപ്പാട് വളരെ ശരിയാണ്. കേരളത്തെ അങ്ങനെ അർബൻ റൂറൽ എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള, ഒരേ ക്യാരക്ടറുള്ള ഒരു സമൂഹമാണ്. ഏതാണ് നഗരം, ഏതാണ് ഗ്രാമം എന്ന് വേർതിരിക്കാനാവാത്ത വിധം ഏതാണ്ട് ഒരു പൊതു സ്വഭാവമുള്ള സംസ്ഥാനം. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലൊക്കെ ഈ പറഞ്ഞ വിഭജനം ശരിയാകാം. പക്ഷെ കേരളത്തിന്റെ കാര്യത്തിലെങ്കിലും ഈ അർബൻ റൂറൽ എന്നുള്ള വിഭജനമൊക്കെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടക്കുകയില്ല. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയൊരളവിൽ വീശിയ ഒരു തരംഗമാണ്. ആ തരംഗത്തിന് 2-3 കാരണങ്ങളുണ്ടെന്നുള്ളത് ഒരുപാട് രാഷ്ട്രീയ ബുദ്ധിയൊന്നും വേണ്ട. ഒന്ന്, ഈ പറഞ്ഞ അദ്ദേഹം കണ്ടെത്താൻ വളരെ പാടുപെട്ട് ശ്രമിച്ച ഈ പറഞ്ഞ പോലെ ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല. ആന്റി ഇൻകംബൻസി അങ്ങനെ ഒരു ഇതൊന്നും ഇപ്പൊ പുതിയ വിശകലനത്തില് ഇൻകംബൻസി, ആന്റി ഇൻകംബൻസി, ഭരണാനുകൂല വികാരം, ഭരണവിരുദ്ധ വികാരം, ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ തോൽവിക്കുള്ള കാരണം എന്നൊക്കെ പറഞ്ഞാൽ, ഇത് യഥാർത്ഥത്തിൽ കേരളത്തില് അത്യാവശ്യം സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ കേരളത്തിൽ ഉടനീളം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ബിനോയ് വിശ്വത്തിന് മനസ്സിലാവുണ്ടല്ലോ. ബിനോയ് വിശ്വം പറഞ്ഞു, സത്യത്തെ, വസ്തുതകളായി തന്നെ അംഗീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഞങ്ങളത് അംഗീകരിക്കുന്നു, ഞങ്ങളത് ഏറ്റുപറയുന്നു, ഞങ്ങൾക്കത് തുറന്നു പറയാൻ മടിയില്ല, അത് തിരുത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്ന് പറയാൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നുണ്ട്. പക്ഷെ CPM ഇപ്പോഴും ആ കാര്യത്തിൽ തുറന്നു പറയാൻ തയ്യാറല്ല. ശബരിമല വികാരം ഉണ്ടായി എന്ന് പോലും പറയാൻ തയ്യാറല്ല. ഇത് രണ്ടും വളരെ വലിയൊരളവിൽ ബാധിച്ചു എന്നൊരു ഘടകമാണ്. പക്ഷെ ഇതിനെ മറയ്ക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ക്ഷേമ പെൻഷനുകൾ ഇത്രയധികം വർദ്ധിപ്പിച്ചത്. അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ ഈ 35 വയസ്സും ഇതെല്ലാം ചെയ്തിട്ടും അന്ന് 2021 ഇതില് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് വളരെയധികം ക്ലിക്ക് ചെയ്തു. ആ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അന്നും ഇന്നും തമ്മിൽ അവസ്ഥ വ്യത്യാസമുണ്ട്. അന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോകം കണ്ട ഏറ്റവും വലിയൊരു മഹാമാരിയുടെ പാനിക്കിലായിരുന്നു ജനങ്ങൾ. ആ പാനിക്കിൽ സർക്കാർ അവർക്കൊപ്പം നിൽക്കുന്നു, എല്ലാവർക്കും വലിയ തോതിൽ വാക്സിനേഷൻ കൊടുക്കുന്നു, അതിനെതിരെ സർക്കാർ ഓരോ ദിവസവും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രത്യക്ഷപ്പെടുന്നു, ആശ്വാസ വാക്കുകൾ പകരുന്നു, ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നു, അവരോടൊപ്പം നിൽക്കുന്നു, അവരുടെ സംഘടനകൾ വലിയ തോതിൽ ഈ പറഞ്ഞ ജനങ്ങളിലേക്ക് എത്തുന്നു. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത, ഭക്ഷണമില്ലാത്തവർക്കെല്ലാം പാക്കറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നു. ഓരോ പഞ്ചായത്തിലും അതിനനുസരിച്ചുള്ള വലിയ സ്ക്വാഡുകൾ ഉണ്ടാകുന്നു, വലിയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. ഇതും സർക്കാർ ഉയർന്ന്
പ്രവർത്തിച്ചതും ആരോഗ്യവകുപ്പ് ഉയർന്ന് പ്രവർത്തിച്ചതും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ ഇത്രത്തോളം പങ്കാളിത്തം ഉണ്ടായതൊക്കെ ജനങ്ങൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. അതിനുശേഷം അതിന്റെ പിന്നാലെ ഒരാശ്വാസ നടപടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് കിറ്റ് കൂടി വന്നപ്പോൾ ഈ തവണത്തെ ഈ പെൻഷൻ വർധനവ് പോലെയോ അല്ലെങ്കിൽ മറ്റു പ്രഖ്യാപനങ്ങൾ പോലെയോ ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല അന്നത് സ്വീകരിച്ചത്. അന്നത് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഒരു നന്ദിയോടെ, ഒരു ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കരുതലുള്ള ഒരു സർക്കാർ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടെ അത് സ്വീകരിച്ചു. പക്ഷെ ആ ഒരു വിശ്വാസം, ആ ഒരു കടപ്പാട് ഇത്തവണ ജനങ്ങൾ വിചാരിച്ചെന്താ, ഇപ്പൊ ഈ 40-ാം മണിക്കൂറിൽ അല്ലെങ്കിൽ നേരത്തെ സജീവം 12-ാം മണിക്കൂറിൽ ഈ പെൻഷൻ വർദ്ധിപ്പിച്ച് അതുവരെ സമയത്ത് പെൻഷൻ കൊടുക്കാതെ ആ ഒരു നടപടികൾ കൂടി ഉണ്ടായിരുന്നില്ല എങ്കിൽ വീഴ്ച ഇതിലും ഭീകരമാകുമായിരുന്നു എന്ന വിലയിരുത്തലുകൾ കൂടിയാണ് ജില്ലാ ഘടകങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നത് കൂടി നമ്മൾ കാണണം. ഇവിടെ അരുൺ നോക്കൂ, ഇവിടെ 2 ഘടകങ്ങൾ. ഒന്ന്, ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അംഗീകരിക്കാൻ പറ്റാത്തത് ഉടൻ തന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഞങ്ങളൊരു പരാജയമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുക സാധ്യമല്ല. അതുകൊണ്ട് പുറമേക്ക് അത് അംഗീകരിക്കുക സാധ്യമല്ല. പക്ഷേ ഉള്ളിൽ നടക്കുന്ന, പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ അക്കാര്യം കൂടി ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതുണ്ടാകുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ശബരിമലയിൽ തിരുത്തൽ ഉണ്ടാകുമോ? ഈ അകത്ത് കിടക്കുന്ന 2 പേരെയും പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നടപടി വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോഴും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപത്രം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ കുന്തമുന ചർച്ച സോണിയാഗാന്ധിയുമായിട്ടുള്ള ഫോട്ടോയിലേക്ക് തിരിച്ചുകൊണ്ട് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമാണോ? അതിലൊരു തിരുത്തുണ്ടാകുമോ? എങ്ങനെയാണ് ചർച്ചകൾ? രേണുക, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്കെതിരെ വികാരമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് CPM ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സമ്മതിച്ചാൽ സ്വാഭാവികമായും ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആണിക്കല്ല് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണെന്ന് മുഖ്യമന്ത്രിയെ തന്നെ അതിൽ വിരൽ ചൂണ്ടേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയാണ് ഈ സർക്കാരിനെ നയിക്കുന്നത്, മുന്നണിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അങ്ങനെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സമ്മതിച്ചാൽ അതേ മുഖ്യമന്ത്രിയെ വെച്ച് എങ്ങനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേടുക? ഇപ്പോഴത്തെ CPMൻ്റെ ഇടതുമുണ്ടേക്ക് ഒരു ആലോചനകൾ വെച്ച് പിണറായി വിജയൻ തന്നെ 3ാമതും മുന്നണി നയിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇടക്കാലത്ത് അങ്ങനെയല്ല എന്ന് ഉണ്ടാകില്ലാത്തരത്തിലുള്ള സൂചനകളൊക്കെ വന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. ഇനിയൊരു മാറ്റി ചിന്തിക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ CPMന് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്ന് അംഗീകരിക്കാൻ കഴിയും, തുറന്നു പറയാൻ സമ്മതിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ സ്വാഭാവികമായും അവർക്കത് മറച്ചു വച്ച് മറ്റു വഴികൾ തേടി ഈ ഭരണവിരുദ്ധ വികാരം മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. അതാണ് ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുറന്ന് സമ്മതിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഘട്ടം CPMന് ഈ വിഷയത്തിലുണ്ട്. ശബരിമലയുടെ കാര്യം പറഞ്ഞാൽ, ശബരിമല ഇതിനു മുമ്പ് ഈ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയതും രാഷ്ട്രീയ വിഷയമായി മാറിയതുമൊക്കെ യുവതീ പ്രവേശന സമയത്താണ്. അന്ന് നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM വലിയ മുന്നേറ്റം നടത്താൻ ശ്രമിക്കുമ്പോൾ വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്നു. അന്ന് തങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയെന്ന് CPM പറഞ്ഞില്ല. പക്ഷേ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കി. നല്ല ഉദ്ദേശത്തോടു കൂടി സർക്കാരും CPM ഒക്കെ ഇടപെട്ട കാര്യമാണ് യുവതീ പ്രവേശനം. പക്ഷേ അത് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. അതിൻ്റെ ഭാഗമായി തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായെന്ന് പറഞ്ഞാണ് CPM അതിൽ നിന്ന് തടിയൂരാൻ ശ്രമിച്ചത്. പിന്നീട് പലപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ഗൃഹസന്ദർശനത്തിലൊക്കെ ആളുകൾ സംസാരിക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്താമെന്നൊക്കെ പറഞ്ഞു. അതിലൊരു തെറ്റുപറ്റിയ തോന്നൽ ജനങ്ങളിലേക്ക് അങ്ങനെ തിരുത്തുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതുതന്നെയാണ് തിരിച്ചറിവ് ജനങ്ങൾക്കും തോന്നി. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ചിന്ത CPMലെ ആളുകൾക്കുണ്ട് എന്നതിൽ മുഖ്യമന്ത്രി എന്ന ഒരു ഘട്ടത്തിലും തെറ്റിപ്പോയെന്ന് പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് തന്നെ തീരുമാനമായിരുന്നു, അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത തീരുമാനം. ഒരിക്കലും അദ്ദേഹം അത് തള്ളി പറയില്ല. അതുകൊണ്ട് പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ജനങ്ങളോട് സംസാരിക്കുമ്പോൾ തെറ്റുപറ്റിയാൽ തിരുത്താൻ തയ്യാറാണ് എന്ന തരത്തിലൊക്കെ സംസാരിച്ച ജനങ്ങൾ കുറേ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളത്, മുഖ്യമന്ത്രിയല്ല ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ, അങ്ങനെ ആരും പറയുന്നതുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ തെറ്റുപറ്റി, അതല്ലെങ്കിൽ അതൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് ജനങ്ങൾക്ക് അതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് പല കാരണങ്ങൾ ഈ പരാജയത്തിനുണ്ട്, അതിലൊരു കാരണം ഇതുമായിരുന്നിരിക്കാം എന്ന് മുഖ്യമന്ത്രി പറയാൻ കാരണം അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സംഭവിച്ച വീഴ്ചയല്ല, അവിടെ പാർട്ടിയുണ്ട് അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ തള്ളിപ്പറയുകയാണ്. അതിൽ CPMനും ഇനി ഒരുപക്ഷെ നേരത്തെ MV ഗോവിന്ദൻ ഈ ആദ്യത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം എടുത്ത തീരുമാനം അല്ലെങ്കിൽ ആ നിലപാടിൽ തന്നെ ഉറച്ചെടുക്കാൻ തയ്യാറാകില്ല. മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കേണ്ടി വരും. കീഴ്ഘടകങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചോദ്യാവലിയൊക്കെ ഉണ്ട്, അതിൻ്റെ മറുപടിയൊക്കെ ആ രീതിയിൽ തന്നെ വരും. കാരണം ജില്ലാ കമ്മിറ്റികളിൽ പോലും ജില്ലാ സെക്രട്ടറികളിൽ പോലും ശബരിമല തിരിച്ചറിയാൻ കഴിയാതെ പോയെന്ന് വികാരമുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാവുന്നേ ഉള്ളൂ താഴോട്ട് എത്രത്തോളം ആ ഒരു വികാരമുണ്ട് എന്നുള്ളത്. തീർച്ചയായും എന്തായാലും ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള ചോദ്യമില്ലെങ്കിൽ പോലും ഉത്തരത്തിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം
ഉള്ള ഒരു കാര്യം തന്നെ എടുക്കാം. നമുക്കറിയാം ഈ കഴിഞ്ഞ പോയ കാലഘട്ടത്തിലൊക്കെയും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്, വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള 2 കാര്യങ്ങൾ നോക്കിയാൽ, ഒന്ന് പാരഡി ഗാനത്തിൽ കേസെടുത്തതാണ്, രണ്ടാമത്തത് എയുടെ കാര്യത്തിൽ ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തതാണ്. ആരാണ് എൻ സുബ്രഹ്മണ്യൻ എന്ന് നേരത്തെ ചോദിച്ചാൽ ആർക്കും അറിയില്ലായിരുന്നു. ആ ഒരു മനുഷ്യനെ ഒറ്റ ദിവസം കൊണ്ട് ഈ രീതിയിൽ പ്രശസ്തനാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? അപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം പരാതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ തെറ്റാണ്, പരാജയമാണ് എന്ന് മനസ്സിലാക്കി ഇനിയുള്ള സമയവും പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ എന്താകും ഫലം? അല്ല, താങ്കൾ എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സുബ്രഹ്മണ്യന്റെ കേസ്, പാരഡി ഗാനം, ഇതൊക്കെയാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ താങ്കൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ സോറി എന്ന് എനിക്ക് പറയാനുള്ളൂ, മറ്റൊന്നുമില്ല. ഭരണത്തിന്റെ മെച്ചം, ആഭ്യന്തര വകുപ്പിന്റെ മെച്ചമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. നോക്കൂ, പാരഡിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് പാരഡിയിൽ കേസെടുത്തത്. എത്ര പരിഹാസ്യമായിരുന്നു ആ നടപടി. പിന്നെയുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത്. നമ്മൾ മനുഷ്യർ കേസ് നടത്തി ദൃശ്യങ്ങൾ പുറത്തെടുത്ത് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നതെന്ന്. താങ്കൾക്ക് ഇതിന്റെ സീരിയസ്നെസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും നോക്കാം. അല്ലല്ല, അങ്ങനെയൊന്നും പറഞ്ഞു പോകണ്ട. കാരണം ഈ പറഞ്ഞതിനൊക്കെ, താങ്കളുടെ പാരഡി ഗാനത്തിന്റെ ഒക്കെ പരിഹാസത്തിന് മറുപടി മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ അരുൺ തന്നെയാണ് ചോദിച്ചത്. അരുൺ ഉണ്ടല്ലോ, ഈ കൂട്ടത്തിലുണ്ടല്ലോ, ആര് വി വി അരുണുണ്ടല്ലോ, വി വി അരുണിനോട് ചോദിക്കൂ. അരുണാണല്ലോ ആ ചോദ്യം വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞില്ലേ? പിന്നെ താങ്കൾ ഇങ്ങനെ പരിഹസിക്കുന്ന ഉദ്ദേശം എന്താണ്? പക്ഷേ എന്താണ് നടന്നതെന്ന് എല്ലാവരും കണ്ടതാണ്. മറുപടി പറയാനില്ല. ഏതാണ് പറഞ്ഞോളൂ, എന്താണ് നടന്നതെന്ന് എല്ലാവരും കണ്ടതാണല്ലോ. അതെ, കണ്ടതാണ്. പിന്നെ താങ്കൾ, ഞാൻ പറഞ്ഞില്ലേ, ന്യൂസ് 18 സ്റ്റാഫ് ആണല്ലോ, സീനിയർ റിപ്പോർട്ടർ അല്ലേ അരുണാണല്ലോ ചോദ്യം ചോദിച്ചത്. മറുപടി പിണറായി വിജയൻ പറയുകയും ചെയ്തതാണല്ലോ. എന്നിട്ടും താങ്കൾക്ക് ഈ ചോദ്യമാണല്ലോ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ തോന്നുന്നത്. അതൊന്നും എനിക്ക് പറയാൻ, അതിന് മറുപടി പറയാൻ എനിക്ക് നേരമില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ശരി, താങ്കൾക്ക് പറ്റുന്ന കാര്യങ്ങളിൽ മറുപടി പറഞ്ഞോളൂ. ഇല്ല, അങ്ങനെയല്ലല്ലോ. താങ്കൾ ചോദിച്ച ഈ ചോദ്യമല്ലേ, ഇതെന്താണ് ഞാൻ മറുപടി? എനിക്ക് മറുപടി, അതിന് മറുപടി പറയാൻ നേരമില്ല. മറ്റെന്തെങ്കിലും ചോദ്യമാണോ ചോദിച്ചാൽ എനിക്കറിയാവുന്നതാണ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ എത്രയെന്ന് നമുക്കറിയാം. അതിനുശേഷവും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലേ? താങ്കൾക്ക് അതൊരു തെറ്റായി തോന്നുന്നില്ലേ? എന്തുകൊണ്ടാണ് 2ാം ദിവസം കേസ് വേണ്ട, നടപടി വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറേണ്ടി വന്നത്? അതൊക്കെ ആ പാർട്ടി ആലോചിക്കുന്നുണ്ടെന്നേ നിങ്ങൾ പറയുന്നതൊക്കെയല്ലോ ഞാൻ കാണുന്നത്. ഇപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണല്ലോ സജീവനും ഇവിടെ ഇരിക്കുന്ന ഈ ചർച്ചയിലിരിക്കുന്ന സുഹൃത്തുക്കളെല്ലാം ഞങ്ങൾ പരസ്പരം പരിചയമുള്ളവരും അറിയാവുന്നവരുമാണ്. താങ്കളടക്കം, അരുണടക്കം, പിന്നെ എല്ലാവരും ഉണ്ടല്ലോ. ഇതിന്റെ അകത്ത് ഇത്തരം കാര്യങ്ങൾ ഞാൻ എന്റെ നിലപാട് അതല്ല. ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. നിങ്ങൾ പറയുന്നു ഗ്രാമനഗര വ്യത്യാസം ഇല്ല. ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ റൂറൽ വോട്ടിംഗ് കൊടുത്ത് അർബൻ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കാണുന്നു. അതെനിക്ക് എന്റേതായ തെളിവുകളുണ്ട്. ആ തെളിവുകളല്ലേ ഇവിടെ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ തെളിവുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് അതില്ല എന്ന് പറയാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് സംഘടനാപരമായി ഗ്രാമീണ തലത്തിൽ അതിൽ പറയുന്ന കണ്ണൂരാണെങ്കിലും ഉണ്ട്, കാസർഗോഡും ഉണ്ട്, വയനാട്ടിലും ഉണ്ട്, ഇവിടെ തിരുവനന്തപുരത്തുമുണ്ട്. ഗ്രാമീണ തലത്തിൽ റൂറൽ വോട്ടിംഗ് അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ജനങ്ങളോട്, ഈ പാർട്ടി സംഘടനാ സംവിധാനങ്ങളോട് ജനങ്ങളുടെ വിശ്വാസത ഇല്ലായ്മ ഒന്ന്. രണ്ടാമത്, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥികളെ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടി വാർഡുകളിൽ, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ അടിച്ചേൽപ്പിച്ചത്. ഇത് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. ഇത് പാർട്ടി അംഗങ്ങളുടെ വിലയിരുത്തണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടിലും ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. വോട്ട് കണക്ക് നോക്കിയാൽ ശ്രീ എം ജയചന്ദ്രൻ, UDF-ഉം LDF-ഉം തമ്മിൽ ഏതാണ്ട് 5% വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. കോൺഗ്രസും CPM-ഉം തമ്മിലും വോട്ട് വിഹിതത്തിൽ ഏതാണ്ട് 2% വ്യത്യാസമുണ്ട്. അങ്ങനെ അടിസ്ഥാന വോട്ടുകളിൽ വരെ വീഴ്ച വന്നിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുമ്പോൾ താങ്കൾ പറയുന്നത് എവിടെയൊക്കെയോ ചില സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ ചില പാകപ്പിഴകൾ വന്നിട്ടുണ്ട് എന്നതാണ്. അത് അങ്ങനെ വിലയിരുത്തി പോയാൽ, ഈ ഫലത്തെ അങ്ങനെ പഠിച്ച് തിരുത്തി മുന്നോട്ട് പോയാൽ എവിടെ എത്തുമെന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ അർബൻ റൂറൽ മേഖല തിരിച്ചോ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടിയല്ല എന്ന ബോധ്യം ആദ്യം ഉണ്ടാവുക എന്നതല്ലേ വേണ്ടത്?
തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ എങ്ങനെയാണെന്നുള്ളത് താങ്കൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് സജഷൻ ഉള്ളൂ. സ്റ്റാറ്റിക്സ് മാത്രമല്ല ഇലക്ഷന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്, അത് സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് കൾമിനേഷൻസ് ഉണ്ട്. സോഷ്യോ പൊളിറ്റിക്കൽ കൾമിനേഷൻസ് ആണ് ഒരു ഇലക്ഷന്റെ റിസൾട്ടിനെ ആധികാരികമായി നിർണ്ണയിക്കുന്നത്. സ്റ്റാറ്റിക്സ് മാത്രമല്ല. അത് ദയവായി ശ്രദ്ധിക്കാൻ താങ്കൾക്ക് പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിക്സ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് BJPക്ക് 14.71% വോട്ട് കേരളത്തിൽ ഇപ്പോൾ ഉള്ളൂ? എന്താണ് അവകാശവാദം? എന്തായിരുന്നു? 25% വോട്ട് പിടിക്കുമെന്നായിരുന്നല്ലോ അവകാശവാദം. എന്തുകൊണ്ടാണ് 14.7 ആയിപ്പോയത്? തിരുവനന്തപുരം നഗരസഭയിൽ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ താങ്കളുടെ ചർച്ചയിൽ വരുന്നുണ്ടോ? താങ്കളുടെ പരിഗണനയിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ 5% വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് അത്ര അസാധാരണമായ വോട്ട് വ്യത്യാസമായി താങ്കളെ പോലെയുള്ള ഒരു ആങ്കർ കാണുന്നതിൽ എനിക്കൊന്നും പറയാനിരുന്നേ. 5% വോട്ട് വ്യത്യാസമാണ് അസാധാരണമായ വോട്ട് വ്യത്യാസം. കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കൂ, തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്തു നോക്കൂ. ആദ്യത്തെ ഗവൺമെന്റ് 57 മുതലുള്ള ഗവൺമെന്റ് ചരിത്രം എടുത്തു നോക്കൂ. എത്ര ശതമാനം വോട്ടിന്റെ വ്യത്യാസമാണ് ഓരോ തവണയും ഓരോ മുന്നണിയും അധികാരത്തിൽ വന്നിട്ടുള്ളത്? എന്നിട്ട് പറയൂ 5% താങ്കൾ പറയുന്ന അസാധാരണ വ്യത്യാസമാണെങ്കിൽ ആവട്ടെ. അത് ആ അസാധാരണ വ്യത്യാസം ആർക്കാണോ ഇക്കുറി കിട്ടിയത് അവർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണല്ലോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്. അതങ്ങനെ ആവട്ടെ, അതങ്ങനെ ആകണമല്ലോ. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ ആവണം. അപ്പൊ അതൊക്കെ CPM പോലുള്ള ഒരു സംഘടനാ സംവിധാനത്തോട് പരിശോധിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ വിവിധ സംഘടനാ സംവിധാനങ്ങളിൽ പരിശോധിക്കുന്നുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമായി അത് അതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് വോട്ട് ശതമാനത്തിൽ മാത്രമല്ല, ഗ്രാമപഞ്ചായത്തിൽ 514 സീറ്റ് ഉണ്ടായിരുന്നതാണ് 349 ചുരുങ്ങിപ്പോയത്. ബ്ലോക്കിൽ 108 എന്നത് 63 കുറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 43 എന്നത് 28 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശതമാനത്തിൽ മാത്രമല്ല, ഈ ബാക്കി എല്ലാ തലങ്ങളിലും ആ ഇടിവ് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ശ്രീ എ സജീവൻ, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ അതിൻ്റെ പല കാരണങ്ങളിലൊന്നായി ന്യൂനപക്ഷങ്ങൾ അകന്നു പോയത് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്ത് 10 ലക്ഷം വോട്ടുണ്ടല്ലോ എന്നതാണ് MV ഗോവിന്ദൻ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ 70 ഗ്രാമപഞ്ചായത്ത് 2020 UDF-നുണ്ടായിരുന്നത്, അല്ല 2020 LDF-ന് 24 എണ്ണം ഉണ്ടായിരുന്ന സ്ഥലമുണ്ട്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് അത് മാറിയിട്ടുള്ളത്? വെറും 4 ചുരുങ്ങിയിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെയാണ് ബ്ലോക്ക് 1 ചുരുങ്ങിയിരിക്കുകയാണ്. ഈ പൊന്നാനി ഒഴിച്ചുള്ള ഇടങ്ങൾ നഷ്ടപ്പെട്ട സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ അകന്നുപോയി എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അതിനെ 10 ലക്ഷം വോട്ട് ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അതൊരു തിരിച്ചടിയല്ല എന്ന് വിലയിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരിച്ചടിയായോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കൂടി കണ്ടതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നല്ലോ. അത് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്. അതിന്റെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് പൊതുവിൽ സ്വീകരിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ആ എല്ലാ വശങ്ങളും പരിശോധിക്കുക എന്നത് തന്നെയാണ് പൊതുവെ LDF എന്ന തലത്തിൽ തന്നെ കണ്ടിട്ടുള്ളത്. ആ വിശദമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു മഹാ അപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും തൊട്ടുകൂടാൻ പറ്റാത്ത ഒരാളാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ എന്ന് പറയാൻ പറ്റും. അത് ഏതൊരാളായാലും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് ഒരേ പ്രായക്കാർ, അതിനേക്കാളും കുറച്ച് പ്രായമുള്ള ആൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ ആദരിക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ലേ. അതിനകത്ത് എന്താ വേറൊരു അപാകതയുള്ളത്? അതിലേതെങ്കിലും ഒരു അപാകത ഞാൻ കാണുന്നില്ല. പക്ഷേ വലിയ തോതിൽ തെറ്റായി അതിനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതയാണ്. പലപ്പോഴും മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചു എന്നതാണ് അതിൽ കാണുന്ന പിഴവ് മുഖ്യമന്ത്രി എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ന്യൂനപക്ഷങ്ങൾ അകന്നിട്ടില്ല എന്ന വിലയിരുത്തലും വെള്ളാപ്പള്ളിയുമായിട്ടുള്ള സഹകരണം തെറ്റല്ല എന്ന വിലയിരുത്തലും ഉള്ളപ്പോൾ തന്നെ ഒരു നേറ്റീവ് കാർഡ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. അതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചതും കണ്ടു.
അത്തരം നടപടികളിലൂടെ ന്യൂനപക്ഷങ്ങൾക്കുണ്ടായിട്ടുള്ള വിശ്വാസം മാറുമോ? ന്യൂനപക്ഷങ്ങൾക്ക് LDF-നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന് കാരണം മുഖ്യമന്ത്രി ഈ പറഞ്ഞ ന്യായീകരിച്ച വെള്ളാപ്പള്ളി തന്നെയാണ്. വെള്ളാപ്പള്ളിയുടെ കുറച്ചു കാലമായിട്ടുള്ള വളരെ രൂക്ഷമായിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, അദ്ദേഹം പിന്നീട് ഞാൻ മുസ്ലിം ലീഗിനെ ആണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിം വിരുദ്ധമായ അദ്ദേഹം മഞ്ചേരിയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം പോലും വളരെ ഭീകരമായ രൂപത്തിൽ വർഗീയത പറയലായിരുന്നു. അങ്ങനെ വർഗീയത പറഞ്ഞ് മുസ്ലിങ്ങളെ വളരെ രൂക്ഷമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വെള്ളാപ്പള്ളിക്ക് ഒരു വലിയ സ്വീകരണം കൊടുക്കുന്ന പരിപാടി ഉണ്ടായത്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ കാറിൽ കയറ്റി എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ വൃദ്ധനായിട്ടുള്ള ഒരാൾ നടന്നു പോകുമ്പോൾ അയ്യോ പാവം തോന്നിയിട്ട് വേണമെങ്കിൽ കാറിൽ കയറ്റി എന്ന് പറയാം. പക്ഷെ ഇത് അതല്ലല്ലോ. വെള്ളാപ്പള്ളിയെ പ്രകീർത്തിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് നൽകിയ സ്വീകരണത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാൾ, അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ വളരെ പിന്തുടരുന്ന ഒരാൾ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. ശ്രീനാരായണ ഗുരു എന്താണോ പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് അക്കാലത്തെ തന്നെ SNDP യോഗം പ്രവർത്തിച്ചത്. ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജാതി പറയുന്നു, ജാതി നിയമം മൂലം നിരോധിക്കണമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ പിന്തുടരുന്ന ആളാണ് ജാതി പറഞ്ഞുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കുന്നത്, മതം പറഞ്ഞുകൊണ്ട് നടപ്പാക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമാണ് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞ ഒരാളെ ന്യായീകരിച്ചു ഇദ്ദേഹം ഒരു ഗംഭീര പുരുഷനാണ് എന്ന് കാറിൽ കയറ്റിയതിനെ മാറ്റി നിർത്തുന്നു. അതൊരു വയസ്സനെ കാറിൽ കയറ്റി കൊണ്ടുപോയി എന്ന് വെക്കാം. പക്ഷെ ഇങ്ങനെ പറയുന്നിടത്ത് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വെറുപ്പ് തോന്നില്ലേ? കാരണം അത്രയും ഒരു വിഭാഗത്തെ, ഒരു സമുദായത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരാള് അദ്ദേഹം ഒരു മഹാനാണ് എന്ന് ന്യായീകരിക്കുന്നിടത്താണ് പ്രശ്നം. അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ ഈ ബേസ് വോട്ട് പോയി ഇപ്പൊ ഇവിടെ എല്ലാവരും ജയേന്ദ്രൻ ഉൾപ്പെടെ പറഞ്ഞ, അല്ലെങ്കിൽ ഗോവിന്ദ മാഷൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യമുണ്ട്. കാരണം വോട്ട് കുറെ കുറഞ്ഞു, അല്ലെങ്കിൽ കുറെ സീറ്റുകൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ചില തദ്ദേശ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഞങ്ങളുടെ ബേസ് വോട്ടുകൾ പോയിട്ടില്ല. അപ്പൊ 10 ലക്ഷം വോട്ട് മലപ്പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ ആ ബേസ് വോട്ട് അത് ശരിയാണ്. ഒരു പാർട്ടിയുടെയും ബേസ് വോട്ടുകൾ അങ്ങനെ പെട്ടെന്ന് ഒലിച്ചു പോകില്ല. ഇവിടെ കേരളത്തിൽ ഒരു 20% മുതൽ 30% വരെയൊക്കെ ഉള്ളത് പാർട്ടി വോട്ടുകളല്ല. അത് ഓരോ നിലപാടുകൾക്കനുസരിച്ച് അപ്പോൾ തോന്നുന്ന രൂപത്തിൽ ഒരു വോട്ടിംഗ് വോട്ടുകൾ കുറേയുണ്ട്. പാർട്ടിക്ക് അതീതമായിട്ട് നിൽക്കുന്ന വോട്ടുകൾ, ആ വോട്ടുകളാണ് ഇവിടെ മറിച്ചിട്ടുള്ളത്. അതിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ ബേസ് വോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് കാര്യമില്ല. അവരുടെ ബോധത്തിലേക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയണം. ഇവിടെ ന്യൂനപക്ഷങ്ങൾ വോട്ട് 2021 ഇവിടെ സർക്കാരിന് ഇത്രയും വലിയ പിന്തുണ കിട്ടിയത് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഈ സമസ്തയുടെ EK വിഭാഗത്തിന്റെ കടുത്ത പിന്തുണ ഉണ്ടായിരുന്നു. അതൊരു വിഭാഗത്തിന്റെ അത് നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് പോയില്ലേ? പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം അതിനു മുമ്പേ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടിയതിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് ശരിയായ രൂപത്തിൽ വികസനം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സർക്കാർ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ ഇത്തരത്തിൽ കുറ്റവാളികളാണോ അല്ലയോ എന്ന് തീരുമാനിച്ച പ്രതികളാണല്ലോ, ജയിലിലാണല്ലോ, അവരെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നിടത്തൊക്കെയാണ് വീഴ്ച പറ്റിയത്. അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, നമുക്ക് സമയം കുറവാണ് എങ്കിൽ പോലും നോക്കൂ, 2011 2 സീറ്റിന്റെ വ്യത്യാസം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് അതിനെ ന്യായീകരിക്കുന്നത്. തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ എന്ന ചോദ്യം, തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വരുന്ന നടപടികൾ, നിലപാടുകൾ, അത് ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടുള്ളതാണ് എന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ കരുതാൻ നിവൃത്തിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് അവിടെ നിൽക്കുകയാണ്. അതായത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്, ശബരിമലയിൽ വീഴ്ച സംഭവിച്ചു. ഈ കാര്യങ്ങളൊന്നും അംഗീകരിക്കാത്രത്തോളം കാലം പിന്നെ ഈ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായ തിരുത്തൽ ഉണ്ടാവില്ല. മാത്രമല്ല, ഇറ്റ് ഈസ് ടു ഷോർട്ട് എ പീരിയഡ്. അതായത് 3 മാസമേ ഉള്ളൂ. ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ മിക്കവാറും വിജ്ഞാപനം വരും. ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇതൊന്ന് മേക്കപ്പ് ചെയ്ത്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീർത്ത് ട്രാക്കിലാവാനുള്ള സമയം വളരെ ചുരുക്കമാണ്. അത് തീർച്ചയായിട്ടും അതിനുശേഷം അങ്ങനെ ഒരു മാറ്റം
അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ബോധ്യം വന്നു നമുക്ക് പറയാൻ പറ്റും. നേരത്തെ ശ്രീ ജയചന്ദ്രൻ പുച്ഛിച്ച് തള്ളി, അതായത് ഈ പറഞ്ഞ മറ്റേ പാരഡി ഗാനത്തെ കുറിച്ചുള്ള സമീപനത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അതേ സമീപനമല്ലേ ഇന്നിപ്പോ സുബ്രഹ്മണ്യന്റെ കാര്യത്തിൽ എടുത്തത്. അതായത് അദ്ദേഹം ഒരു പോസ്റ്റ് ഇത് ചെയ്തു. അങ്ങനെ ഒരാളെ, അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനായാസം ബെയിൽ കിട്ടുന്ന ഒരു കേസിൽ കൊച്ചു വെളുപ്പാങ്കാലത്ത് പോയി വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും സമയക്കുറവ് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഒന്നും പഠിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, തിരുത്തുന്നില്ല, ഒരു മാറ്റം വരുന്നില്ല, പാളിച്ചകൾ തുടരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ പൂർത്തിയാക്കി അല്ലെങ്കിൽ പഠിച്ച് തിരുത്തി വരാനുള്ള സമയം കുറവാണ് എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ പാളിച്ചകൾ ആവർത്തിക്കുന്നതും. എന്തായാലും ഈ ചെറിയ സമയത്ത് തെറ്റുകൾ മാറ്റിക്കൊണ്ട് ഒരു തുടർ ഭരണത്തിലേക്ക് ഇടത് സർക്കാരിന് എത്തുക സാധ്യമാണോ എന്നതാണ് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നവർ വെറും 26% പേരാണ്, അല്ല എന്ന് പറയുന്നു 71% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.